ഹായ്. ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം ഒരു പാസ്ത ട്രൈ ചെയ്യാൻ പോവുകയാണ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം ഈ പാസ്തയുടെ പേര് റിഗട്ടോണി ആൽ പൊമോദോറോ. ഇത് ഒരു ഇറ്റാലിയൻ ഡിഷാണ്, എളുപ്പമാണ്. ഇതാണ് നമ്മൾ റിഗട്ടോണി പാസ്ത. ഇത്രയും നീളവും ഇങ്ങനെയുള്ള ഇതാണ്. പിന്നെ പൊമോദോറോ എന്താണെന്ന് വെച്ചാൽ തക്കാളി. ഇവിടെ ഇറ്റലിയിൽ പലതരത്തിലുള്ള തക്കാളി ഉണ്ട്. ഇത് സലാഡിന് വേണ്ടിയും പിന്നെ അങ്ങനെ ജ്യൂസിന് വേണ്ടി, മീൻസ് നമ്മൾ പേസ്റ്റിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പലതരത്തിലുള്ള തക്കാളി ഉണ്ട്. ഇതിൻ്റെ പേര് പൊമോദോറോ. അപ്പം നമുക്കിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് റിഗട്ടോണി ആൽ പൊമോദോറോ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഒരു സവാള, ഇതിൻ്റെ പകുതി മതി. പിന്നെ ഒരു വെളുത്തുള്ളി. ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇവിടെ നിൽക്കണേ. ഞാൻ ഇവിടെ സവാള അതിൻ്റെ പകുതിയാണ് ഞാൻ കട്ട് ചെയ്തത്, പക്ഷേ അത്രയും വേണ്ട കേട്ടോ, കാരണം ഒരുപാടായി പോകും. അപ്പോൾ ഞാൻ ഇത്രയും മാത്രമേ എടുത്തോളൂ. ആ പകുതിൻ്റെ കുറച്ചുകൂടെ എടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഓയിലിടാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള, അതിന് പിന്നെ സ്മാഷ് ചെയ്തത് ഒരു വെളുത്തുള്ളി. കാരണം നമുക്ക് ഇത് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഇനി നമുക്ക് ആ തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്യാം. ഇത്ര മാത്രം മതി. നമ്മൾ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ ഉള്ളിയിൽ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത പൊമോദോറോ തക്കാളി കുക്ക്ഡ് ആയിട്ടുണ്ട്. ഒരുപാട് കുക്കാവണമെന്നും വേണ്ട, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇതെന്ന് വെച്ചാൽ തക്കാളിയുള്ള പേസ്റ്റ്, തക്കാളി സോസ് എന്ന് പറയാം. പക്ഷേ ഇത് വേറൊരു തരം ഉള്ള തക്കാളിയാണ് പൊമോദോറോ. ഇത് കുറച്ചൊരു നീളം ഉള്ളതാണ്. സാധാരണ ഇപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചത് ചെറിയത് ഇങ്ങനെ റൗണ്ടുള്ളതല്ല, കുറച്ചൊരു നീളം ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ തക്കാളിയാണ് ഇത്. അതിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പെർഫെക്റ്റ് കുക്കറല്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ഇറ്റാലിയൻ ഡിഷ് ഉണ്ടാക്കുന്നത്. അതും ഇതും പാടാണ്. ഇതിലൊരു ട്രിക്കുണ്ട് കേട്ടോ, ഓപ്പൺ ചെയ്യാൻ, പക്ഷേ എനിക്ക് അറിയില്ല. ഓക്കെ, ആയിട്ടുണ്ട്. ഇനി ഇത് 20-25 മിനിറ്റോളം എങ്കിലും കുക്കാവണം. ഇറ്റാലിയൻ ഡിഷസിൽ ഇവർ ഒരുപാട് തരത്തിലുള്ള ചീസുണ്ട്. അപ്പം നമുക്ക് ഇപ്പം യൂസ് ചെയ്യാൻ പോകുന്നത് ഇതാണ്, പാർമിജാനോ റിജാനോ. ഇതാണ് നമ്മുടെ പേസ്റ്റ്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മളെ റിഗട്ടോണി പാസ്ത. ഇതിൽ 13 മിനിറ്റ് വേണം കുക്കാവാൻ വേണ്ടി. ഓക്കെ, അപ്പം വെള്ളം ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ബോയിൽ ആവുമ്പോൾ പാസ്ത ഇടണം, അതിന് മുമ്പ് ആഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, at this point the tomato sauce, cheese, pasta and basilica leaves has to be mixed, and our rigatoni al pomodoro pasta is ready. Thank you.